നമ്മളെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. ഗാലറിയിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടാവും. നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടാവും. വാട്സപ്പിലൊക്കെ വരുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഫോട്ടോയിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫോട്ടോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വാട്സപ്പിൽ നമുക്ക് വന്നൊരു ഫോട്ടോ, അത് ആരെടുത്തതാണ്, എവിടെ നിന്ന് എടുത്തതാണ്, ഏത് ക്യാമറ എന്ന് എടുത്തതാണ്, ഈ വിവരമൊന്നും നമുക്കറിയില്ല. ഏത് ലൊക്കേഷൻ എടുത്താണ്, അതിന്റെ റെസല്യൂഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു ഫോട്ടോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാ സംഭവങ്ങൾ? ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ, ഒരു ഫോട്ടോനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് exifdata.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോവാം. അവിടെ നിന്ന് എന്തൊക്കെയാ അറിയുക, നമ്മളൊന്ന് നോക്കുക ഒരു ഫോട്ടോയിൽ എന്തൊക്കെ ഉണ്ട് എന്ന്. ഈ exifdata.com എന്നുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് exifdata.com എന്ന് എൻ്റർ ചെയ്ത് അതിലേക്ക് പോവാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിന്ന് നേരിട്ട് അതിലേക്ക് പോവാം. ഈ വെബ്സൈറ്റിലേക്ക് പോയിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കുക. ഞാനിപ്പോൾ exifdata.com എന്നുള്ള ആ വെബ്സൈറ്റിൽ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ സംഭവങ്ങളുണ്ട് എഴുതിയിരിക്കും. ഈ exifdata എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ എഴുതിയിരിക്കും. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇവിടെ താഴെ അപ്ലോഡ് ആൻ ഇമേജ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. ഇവിടുന്ന് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ, ആവശ്യമുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യട്ടെ. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറി ഇവിടെ കാണും. ഗാലറി ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാന്ന്, എൻ്റെ തന്നെ ഫോട്ടോ ആണ്, കുറേ മുമ്പ് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. ആ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ചെറിയൊരു ടൈം വെയിറ്റ് ചെയ്യുക. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഫോട്ടോ ഇവിടെ വന്ന് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കണ്ടോ. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്, ക്യാമറ ഏതാണെന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മലയാളത്തിലേക്ക് ആക്കിയത്, അതാ മലയാളത്തിൽ കാണുന്നത്. സാംസങ് M31 ക്യാമറയിൽ എടുത്താണ്, ഏത് ഡേറ്റിലാണ് എടുത്തതെന്നുണ്ട്, അതിൻ്റെ റെസല്യൂഷൻ എത്രയാണെന്നുണ്ട്. ഇതുണ്ടോ, ഇത് തീർത്ത് ഇതാ എന്തൊക്കെയാ സംഭവങ്ങൾ. അത് കൂടാണ്ട് താഴെ വേറെ ഉണ്ട് സിസ്റ്റം, ഫയലിൻ്റെ പേര്, ഫയലിൻ്റെ വലിപ്പം, ഫയലെടുത്ത തീയതി, അതിന് കൊടുത്ത പെർമിഷനുകൾ, എന്തൊക്കെയാ ഇത് ഇംഗ്ലീഷിലാട്ടോ ഉണ്ടാകുക. ഞാനിപ്പോൾ എനിക്കും നിങ്ങൾക്ക് ഏതൊക്കെ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട് ഇവിടുന്ന് മലയാളം സെലക്ട് ചെയ്ത് മലയാളത്തിലേക്ക് മാറ്റിയതാണ്. മലയാളത്തിൽ വായിച്ചു നോക്കാം നമുക്ക് തീർത്ത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാകില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. കണ്ടോ എന്തൊക്കെയാ ഇതിലുള്ള ഇത്രയൊക്കെ സംഭവങ്ങൾ ഒരു ഫോട്ടോയിലുണ്ട്. അപ്പേച്ചർ, ചിത്രത്തിന്റെ അളവ്, സ്കെയിൽ ഫാക്ടർ, അതിപ്പം മലയാളത്തിൽ വായിച്ചാലും നമുക്കൊന്നും തിരിയല്ലേ. ചില സംഗതികൾ ഇംഗ്ലീഷിൽ തന്നെ വായിക്കണം. ഷട്ടർ സ്പീഡ് വരെ, നമ്മൾ ഫോട്ടോ എടുക്കുന്ന നേരം ക്യാമറന്റെ ഷട്ടർ സ്പീഡ് വരെ ഇതിൽ നമുക്ക് അറിയാനാവും. അതായത് ആരോ എവിടെ നിന്നോ എടുത്ത ഒരു ഫോട്ടോന്റെ ആ ക്യാമറ ക്വാളിറ്റി, ഷട്ടർ സ്പീഡ്, സകല സംഗതികളും നമുക്ക് അതിന്റെ ലൊക്കേഷൻ, കാര്യങ്ങൾ, എടുത്ത സ്ഥലം എല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്ക്. ഒരു ഫോട്ടോയിലുള്ള കാര്യങ്ങളാട്ടോ ഇത് തീർത്ത്. ഇനിയിപ്പം ഫോട്ടോയിൽ എന്തിരിക്കുന്നത് ചോദിക്കാലോ. ഇത്രയും ഡാറ്റകൾ നമ്മളെ ഫോട്ടോയിലുണ്ട്. ഇതിലൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്ന നേരം അതിലുള്ള എല്ലാ ഡീറ്റെയിലും ഇങ്ങനെ എടുക്കാമെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഷെയർ ചെയ്യുക. ഈ സംഭവം നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിക്കണ്ടേ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.